ബൈൻഡിങ്സിന് ശേഷമുള്ള ടോപ്പിക്കാണ് ലിസ്റ്റ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയും. ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്കീമിൽ ഇങ്ങനെയാണ്. 2, 3, 4 എന്ന് പറയുന്ന എലമെന്റ്സ് ഉള്ള ഒരു ലിസ്റ്റാണ്. ഇതിനെ ലിസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് മെയിൻലി 3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. CAR, CDR, CONS എന്ന് പറയാം. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. CAR എന്ന് പറഞ്ഞാൽ CAR എന്താണ് തരുന്നതെന്ന് വെച്ചാൽ, ഒരു ലിസ്റ്റ് ഞാൻ കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ ലിസ്റ്റ് എങ്കിൽ റിട്ടേൺസ് ദ ഹെഡ് ഓഫ് ദ ലിസ്റ്റ്. ഒരു ലിസ്റ്റിലെ ഹെഡ് എലമെന്റിനെ റിട്ടേൺ ചെയ്യുന്നതിനാണ് ആരെന്ന് പറയുന്നത് CAR എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബ്രാക്കറ്റിലാണല്ലോ എഴുതേണ്ടത്. CAR ഓഫ് എൻ്റെ ലിസ്റ്റ് എന്താണ്? എൻ്റെ ലിസ്റ്റ് ഞാൻ മുകളിൽ എഴുതിയേക്കുന്നത് 2, 3, 4 സോറി, ലിസ്റ്റ് മുകളിൽ എഴുതിയേക്കുന്നത് 2, 3, 4 എന്നല്ലേ? 2, 3, 4. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് എലമെന്റ്, ആദ്യത്തെ എലമെന്റിനെയാണ് നമ്മൾ ഹെഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ വലതുവശത്തോട്ട് എഴുതാം. ഹെഡ് ഏതാണ്? ഈ ലിസ്റ്റിന്റെ ഹെഡ് ഏതാണ്? 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത CDR എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡിനെ നമുക്ക് എന്തിൽ കിട്ടും? CAR എന്ന് പറയുന്ന ഫംഗ്ഷന് കിട്ടും. റെസ്റ്റ് ഓഫ് ദ എലമെന്റ്സിനെ നമുക്ക് എവിടെ കിട്ടും? റെസ്റ്റ് ഓഫ് ദ ലിസ്റ്റ് എലമെന്റ്സിനെയാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? CDR എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് കിട്ടുന്നത്. നമുക്കതൊന്ന് നോക്കാം. CDR എങ്ങനെയായിരിക്കും വരിക എന്ന് പറയാൻ എഴുതേണ്ടതെല്ലാം ബ്രാക്കറ്റിൽ CDR ഓഫ് സെയിം രീതിയിൽ തന്നെ എഴുതിയാൽ മതി. 2, 3, 4 ഇതായിരുന്നു എൻ്റെ ഫംഗ്ഷൻ എങ്കിൽ എന്താ കിട്ടുക? ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബാക്കിയുള്ള എലമെന്റ്സിനെയും നമുക്ക് ഒരു ലിസ്റ്റ് ആയിട്ടുണ്ട്. 2 പോയി കഴിഞ്ഞാൽ 2 ആണ് ഹെഡ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3ഉം 4ഉം എന്ന് നമുക്ക് കിട്ടും. ഇവിടെയല്ല, ഇവിടെ 3ഉം 4ഉം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി കോൺസ് എന്താണ്? നമ്മൾ എന്തെങ്കിലും രണ്ട് എലമെന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡിനെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോയിൻസ് ഹെഡ് ടു റെസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് എന്ന് പറയും. ജോയിൻസ് ഹെഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ ലിസ്റ്റ്. ഇതിനിപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെ എന്ത് കാണും? അപ്പം 2 പാരാമീറ്റർ കാണും. ബ്രാക്കറ്റിൽ എഴുതുക കോൺസ്. 2 പാരാമീറ്റർ വേണമല്ലോ. ഒന്നാമത്തേത് ഞാൻ 2ഉം കൊടുത്തു. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് 3, 4ഉം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക? 2, 3, 4. നമ്മൾ ആദ്യം കൊടുക്കുന്ന എലമെന്റിനെ ഹെഡായിട്ടും ബാക്കിയുള്ള ലിസ്റ്റിലേക്ക് ജോയിൻ ചെയ്തായിരിക്കും എനിക്ക് ആൻസർ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലിസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫംഗ്ഷൻ ഉണ്ട്. CAR, CDR ആൻഡ് CDR എന്നുള്ളത് കുഡർ എന്നാണ് കേട്ടോ. COULD ഇങ്ങനെയാണ് കാണുന്നത്. 2, 3, 4 എന്ന് ഉള്ള ഇതാണ് പറഞ്ഞത്. കോൺസ് പറഞ്ഞാൽ CAR എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ദ ഹെഡ് ഓഫ് ദ ലിസ്റ്റ്. CDR എന്ന് പറഞ്ഞാൽ ഹെഡ് ഒഴികെയുള്ള ബാക്കി എലമെന്റ്സിനെ റിട്ടേൺ ചെയ്യുന്നു. കോൺസ് എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ്സിനെ ജോയിൻ ചെയ്യാനായിട്ട്. ഒരു ലിസ്റ്റിനെ ഒന്ന് ലിസ്റ്റായിട്ട് നിൽക്കും, മറ്റേ അതിൻ്റെ ഹെഡായിട്ടായിരിക്കും ജോയിൻ ആവുന്നതെന്ന് പറഞ്ഞു. ഇനി ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? CDR 2. എന്താണ് എൻ്റെ ലിസ്റ്റ് ആണ് അല്ലേ? ഇതാണ് എൻ്റെ ലിസ്റ്റ്. 2 എന്ന് പറയുന്ന ഒറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹെഡർ എന്തായിരിക്കും? ആദ്യം നിങ്ങൾ പറയൂ, ഇതിൻ്റെ ഹെഡർ എന്തായിരിക്കും കിട്ടുക? CAR ഓഫ് 2 എന്ന് പറയുമ്പോൾ ഇത് ലിസ്റ്റ് ഏതാണ്? 2 ആണ്. ലിസ്റ്റ് 2 എന്ന ഒറ്റ എലമെന്റ് ഉണ്ട്. അതിൻ്റെ ഹെഡർ എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, CDR ഓഫ് ഇതെന്തായിരിക്കും വരിക? ഈ ഹെഡ് കഴിഞ്ഞിട്ട് ബാക്കി എലമെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്തിൽ empty ആയിരിക്കും. empty ലിസ്റ്റ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ ലിസ്റ്റ് ആൻഡ് നമ്പേഴ്സിൽ അറിഞ്ഞിരിക്കാനായിട്ട്. താങ്ക് യു.